അനാവശ്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ മോസ്റ്റ് ഒഫീഷ്യൽസ്, അതായത് പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡൻസ്, അങ്ങനെയുള്ള ആ ഫുൾ ബാച്ച് ഓഫ് ഫുഡ് അവർ ക്യാൻസൽ ചെയ്യും. ഫേമസ് ഹൗസിലത്തെ ഒരു ലേഡി വന്ന് സ്പെസിഫിക്കലി സ്ത്രീകളും കുട്ടികളും അങ്ങനെ ഇത്രയും ഡേർട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ ചെവിയിൽ എന്നൊക്കെ പറഞ്ഞു. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ എനിക്ക് 2 ക്വസ്റ്റ്യൻസ് 2 വീഡിയോയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് തോന്നി വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എൻ്റെ അതിനെ അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്നാൽ നമ്മൾ എപ്പോഴും ഈ പറയുന്നത് പോലെ കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളത് നമുക്ക് ഡിസ്കഷൻസ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പല പ്രീവിയസ് വീഡിയോസിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യണം എന്ന് കരുതിയിട്ട് ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, എപ്പോഴും നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും അനാവശ്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ അതിലൊരു മീനിങ് ഇല്ല എന്നത് എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് എന്നാൽ അവിടെ ഒരു ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാകുന്നില്ല. അതേസമയം നമ്മളൊരു വാലിഡ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ചോദിച്ച് അതിനെ ആസ്പദമായി എന്തെങ്കിലും ഡിസ്കഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ നോളജ് വൈസ് എങ്ങനെയായാലും അവിടെ ഒരു ഗ്രോത്ത് എന്നുള്ളത് അതിപ്പോൾ എനിക്കായാലും ആ ഡിസ്കഷൻ്റെ ഭാഗമായ ഓരോരുത്തർക്കും സംഭവിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻസ് എൻകറേജ് ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ വ്യൂസ്, എന്താണ് നിങ്ങളുടെ ഐഡിയാസ് എന്നത് ഇവിടെ ഷെയർ ചെയ്യൂ എന്ന് പറയാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ്. അതായത് നമുക്കൊരു ഡിസ്കഷൻ വരുമ്പോൾ മാത്രമാണ് ഒരു ഗ്രോത്ത് എന്നൊരു ആസ്പെക്ട് അത് ആർക്കായാലും അത് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു സ്പെസിഫിക് വീഡിയോക്കും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് 5 സ്റ്റാർ ഹോട്ടലും നോർമൽ ഹോട്ടൽസും തമ്മിൽ എന്താ വ്യത്യാസം? പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. കാരണം 100 രൂപയുടെ ദോശ 5 സ്റ്റാർ ഹോട്ടലിൽ 1000 രൂപയ്ക്ക് വിൽക്കുന്നു എന്നൊരു ഡിഫറൻസ് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു ഡിഫറൻസും ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിരുന്നു. ലൈക്ക് അപ്പോൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പെർസ്പെക്റ്റീവ്, എൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് എനിക്കറിയില്ല. 5 സ്റ്റാർ ഹോട്ടൽസിൽ എന്താ നടക്കുന്നത്, 100 രൂപയുടെ ദോശ 1000 രൂപീസിന് വിൽക്കുന്ന ഒരു സിനാരിയോ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അല്ലെങ്കിൽ എൻ്റെ അസോസിയേഷനിൽ ഞാൻ കണ്ട കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 1-2 എക്സാമ്പിൾസ് ഇവിടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ എൻ്റെ അച്ഛൻ ഡാഡി ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പല കാറ്റഗറിയിലുള്ള ഗസ്റ്റ് വന്ന് താമസിക്കാറുണ്ട്. VIP കാറ്റഗറി, VVIP കാറ്റഗറി. അപ്പോൾ VVIP കാറ്റഗറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ടോപ്പ് മോസ്റ്റ് ഒഫീഷ്യൽസ്, അതായത് പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡൻസ്, അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആളുകൾ, പിന്നെ ഫുൾ ടോപ്പ് ആൻഡ് സെക്യൂരിറ്റി കാറ്റഗറിയിലുള്ള ആ VVIPs ഒക്കെ വന്ന് താമസിക്കുന്നതിനെയാണ് VVIP ഗസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം സെക്യൂരിറ്റി ഭയങ്കര സ്ട്രിഞ്ചൻ്റ് ആണ്. അവർക്ക് കൊടുക്കുന്ന ഫുഡ് അത്രയും കെയർഫുൾ ആയിരിക്കണം, കണ്ടാമിനേഷൻസ് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് സെക്യൂരിറ്റി കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടാണ് ഫുഡ് എന്നുള്ളത് അന്നത്തെ കാലത്ത്, ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് 80s and 90s, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഹോട്ടലുകളിൽ സെർവ് ചെയ്യപ്പെട്ടിരുന്നത്. ആൻഡ് എൻ്റെ ഓർമ്മ ശരിയായിരുന്നെങ്കിൽ അന്ന് ലൈക്ക് 5 സ്റ്റാർ ഹോട്ടൽസിൽ നിന്നാണ് ഫ്ലൈറ്റിലേക്കുള്ള ഫുഡും പോയിരുന്നത്. അപ്പോൾ ടോപ്പ് നോച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈവൻ ടെമ്പറേച്ചർ റിക്വയർമെൻറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന ഫുഡ് കാറ്റഗറിക്ക് ഇന്ന ടെമ്പറേച്ചർ റിക്വയർമെൻറ്റ് മാൻഡേറ്ററി ആണെന്ന്. ആ ടെമ്പറേച്ചർ റിക്വയർമെൻറ്റ് വരെ മാറ്റിയില്ലെങ്കിൽ ആ ഫുൾ ബാച്ച് ഓഫ് ഫുഡ് അവർ ക്യാൻസൽ ചെയ്യും. അത് ഏത് എയർലൈൻ ആയാലും. ആൻഡ് സ്പെസിഫിക് എയർലൈൻസ് ആണ് അന്ന് ഈ ഫുഡ് ഈ പ്രത്യേകിച്ച് 5 സ്റ്റാർ ഹോട്ടൽസിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് അവർ ഫുഡ് കൊടുക്കുമ്പോൾ അവർ വന്നിട്ട് എക്സാമിനേഷൻ ചെയ്യും. ആൻഡ് എക്സാമിനേഷനിൽ അവരുടെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫുൾ ബാച്ച് പ്രിപ്പയർ ചെയ്ത ഫുൾ ബാച്ച് ഓഫ് ഫുഡ് ക്യാൻസൽ ചെയ്തിട്ട് അപ്പോൾ ഈ ഹോട്ടലിന് ഭയങ്കര ലോസ് ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ ക്വാളിറ്റിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു സിനാരിയോ, ഒരു സിറ്റുവേഷനാണ് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളൂ. അല്ലാതെ ലോ ക്വാളിറ്റിയുള്ള ഒരു സാധനം ഹൈ പ്രൈസിന് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുവന്ന് വിറ്റിരുന്ന ഒരു സിനാരിയോ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് എന്താണെന്നാൽ ഒരാൾ അയാളുടെ കമൻറ്റ് ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ അതൊരു ഫാക്ച്വൽ ആണ് എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതങ്ങനെയല്ല, നമ്മൾ ആ ഫാക്ട്സിനെ ഫാക്ട്സ് ആയിട്ടും വെറുതെ അസംഷൻസ് ആയിട്ടും കാണേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോസ് വരുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ളതിലേക്കും നമ്മൾ അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്തിട്ട് അതിനെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെസിഫിക് ഈ ക്വസ്റ്റ്യന് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരു വളരെ ഫേമസ് ബിസിനസ് ഹൗസ് ആയിട്ടുള്ള
ഹൗസ്, ഒരു നെയിം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫേമസ് ഹൗസിലത്തെ ഒരു ലേഡി വന്ന് ഈ ഡാഡി വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അവർ അന്ന് മോസ്റ്റ്ലി എൻ്റെ അറിവിൽ ലൈക്ക് 5 സ്റ്റാർ ഹോട്ടൽസിലെല്ലാം കോണ്ടിനെൻ്റൽ ഫുഡും ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്, അല്ലെങ്കിൽ സ്പെസിഫിക് ക്വീസീൻസ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് ഇന്ത്യൻ ക്വീസീൻസ് അധികം ഫോക്കസ്ഡ് ആയിട്ട് എൻ്റെ അറിവിലില്ല കേട്ടോ. ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. സോ ഇവർ വന്നിട്ട് ചോദിച്ചു, ഇവർക്ക് ഗോൽഗപ്പ കഴിക്കണം എന്ന് പറഞ്ഞു, അതായത് പാനിപൂരി കഴിക്കണം എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഷെഫിനോട് റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് പാനിപൂരി കഴിച്ചാൽ കൊള്ളാം എന്നുണ്ടെന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ പാനിപൂരി ഉണ്ടാക്കാൻ അറിയാവുന്ന ഷെഫൊന്നും അവരുടെ അന്നില്ല, ഓക്കെ, ഈ ഹോട്ടലിലില്ല. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു വെൻഡറിനെ തപ്പി കണ്ടുപിടിച്ചു. പാനിപൂരി സെൽ ചെയ്യുന്ന ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഒരു വെൻഡറിനെ കണ്ടുപിടിച്ച് അയാളുടെ ഹോട്ടലിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അയാളോട് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, പാനിപൂരി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അത് നമ്മൾ വിചാരിക്കും ഓക്കെ അയാൾ പ്രിപ്പയർ ചെയ്ത പാനിപൂരി ആയിരിക്കും ഇവർ സെർവ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ അവർ ചെയ്തില്ല. അയാൾ പാനിപൂരി പ്രിപ്പയർ ചെയ്യുന്നത് കണ്ട് അത് പഠിച്ച് അതുപോലെ തന്നെ ഇവരുടെ ഹോട്ടലിലുള്ള ഷെഫ് അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി സെർവ് ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ പറയുന്ന ആ ഡിഫറൻസസ് അല്ലേ. അപ്പോൾ ഞാനും ചോദിച്ചു, അപ്പോൾ ഇത്രയും പാനിപൂരി കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങി കൊടുത്താൽ പോരാ, പക്ഷെ അത് 5 സ്റ്റാർ ഹോട്ടലിന് സർവീസ് ആവില്ലല്ലോ അല്ലേ. ഇപ്പം 100 രൂപയുടെ ദോശ 1000 റുപ്പീസിന് കൊടുക്കുക എന്ന പോലെയല്ല കാര്യങ്ങൾ. ഇവരുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിനെ സെർവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയാണ് അവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയും ഫെർദർ ആയിട്ട് സ്റ്റെപ്സ് എടുക്കുന്ന ഒരു സിനാരിയോ ആണ് ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ എനിക്ക് കണ്ടത് ഈ സ്പെസിഫിക് വീഡിയോയ്ക്കാണ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് നാട്ടിലെ പണ്ടത്തെ ഹോട്ടൽ സിനാരിയോസിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആൻഡ് ദിസ് ഇസ് ദ സ്പെസിഫിക് വീഡിയോ. ആൻഡ് ഹോട്ടൽസിനെ പറ്റിയിട്ടല്ല, ഞാൻ പണ്ടത്തെ ആളുകളുടെ ചിന്താഗതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള സഡൻ ചേഞ്ചസ് ഇൻ പീപ്പിൾസ് വ്യൂസ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ദിസ് സ്പെസിഫിക് വീഡിയോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ഹോട്ടൽസിനെ പറ്റിയിട്ടുള്ള അറിവിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് വന്നത് എന്താണെന്നാൽ, അന്നത്തെ കാലത്തൊന്നും സ്ത്രീകൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. എല്ലാവരും വീട്ടിൽ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യാറില്ലേ, നിങ്ങൾ എങ്ങനെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് എന്നതിനെ പറ്റിയിട്ട് സ്പെസിഫിക്കലി സ്ത്രീകളും കുട്ടികളും അങ്ങനെ പോയി കഴിക്കുന്ന ഒരു സിനാരിയോ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. ആൻഡ് കംപ്ലീറ്റ്ലി അഗ്രീഡ്. അത് വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദിസ് പേഴ്സൺ പോയിന്റിങ് ഇറ്റ് ഔട്ട്. അന്നത്തെ കാലത്ത് യെസ്, ഇൻ മൈ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ നാട്ടിൽ അങ്ങനെ ഒരു ചായക്കടയിൽ പോയിട്ട് സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സിനാരിയോ ഇല്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഉണ്ടായ സിനാരിയോ ഞാനിവിടെ ഷെയർ ചെയ്യണം എന്ന് കരുതി. ലൈക്ക് നമ്മൾ കണ്ടിരിക്കുന്നത് മോസ്റ്റ്ലി മെൻ, അതും വളരെ കുറച്ച് ആളുകളാണ് ചായ മീൻസ് ഈ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുള്ളൂ. അതും വല്ലപ്പോഴും. ഇന്നത്തെ പോലെ ഓപ്പൺലി ഒരുപാട് ക്വീസിൻസ് അവൈലബിൾ, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ. എല്ലാവരും പോയി മോർണിംഗ് ഈവനിങ് സ്നാക്സ് 4 times 5 times ലൈക്ക് അങ്ങനെ നമ്മൾ ഭക്ഷണം പുറത്തുനിന്ന് പോയി കഴിക്കുന്ന ഒരു സിനാരിയോ നമുക്ക് ഉണ്ടായിരുന്നേ ഇല്ല. എസ്പെഷ്യലി ഇൻ 80s 90s ഈവൻ ഏർലി 2000s ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ലുക്ക് ഡൗൺ അപ്പോൺ, ലൈക്ക് അയ്യോ നിങ്ങൾ എന്താ കുക്ക് ചെയ്യില്ലേ, യു ആർ നോട്ട് ഹെൽത്തി ഇനഫ്, അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ യു പീപ്പിൾ ആർ ലേസി. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു സിനാരിയോസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, ചുറ്റും ഉണ്ടായിരുന്നത് കമ്പയർ ടു ടുഡേ. അപ്പോൾ ഇവരിങ്ങനെ ചോദിച്ചു ലൈക്ക് അപ്പോൾ എൻ്റെ സിനാരിയോയിൽ എന്താണ് ഉണ്ടായതെന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങനെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനുണ്ടായ സിനാരിയോ എന്താണെന്ന്. അപ്പോൾ നമ്മൾ എപ്പോഴും കേരളത്തിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റുള്ള വെള്ളമാണ് നമ്മുടെ നാട്ടിലത്തെ, എസ്പെഷ്യലി കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ്. അപ്പോൾ അതർ സ്റ്റേറ്റ്സിലൊക്കെ വാട്ടർ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് വീട്ടിലത്തെ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഇറ്റ് യൂസ് ടു ബി സ്വീറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഇതെന്താ ഇവിടെ നാട്ടിലത്തെ വെള്ളം മാത്രം ഭയങ്കര സ്വീറ്റ്, ആൻഡ് നമ്മൾ പുറത്തുനിന്ന് കുടിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ദറ്റ് സ്വീറ്റ് എന്ന്. ആൻഡ് നമ്മൾ മറ്റുള്ള സ്റ്റേറ്റ്സിൽ മുടിയെല്ലാം കഴുകി കഴിഞ്ഞാൽ ഭയങ്കര റഫ് ആയിരിക്കും ബിക്കോസ് ഓഫ് ദ ഹാർഡ്നെസ് ഓഫ് ദ വാട്ടർ. പക്ഷേ കേരളത്തിൽ വന്ന് വെള്ളത്തിൽ കുളിച്ച വഴിക്ക് നമ്മുടെ മുടിയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാകും. കാരണം ആ കിണറിലെ വെള്ളം ഇറ്റ്സ് സോ ഗുഡ് ആൻഡ് നാച്ചുറൽ അല്ലേ,
അത്രയും നല്ല വെള്ളമാണ് നമുക്ക് അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇയറേക്ക് വരും. രാത്രിയിൽ കിടക്കാൻ സമയത്താണ് കൂടുതലും എനിക്കിത് വരാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ നല്ല തണുത്ത വെള്ളം കിട്ടുമ്പോൾ കുറേ നേരം അതിൽ നിന്ന് കുളിച്ചിട്ട് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ എന്താണ് റോങ് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നതെന്ന് അറിയില്ല. മിക്കവാറും നാട്ടിൽ വന്നിട്ട് തല കുളിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഇയർ പെയിൻ വരാറുണ്ട്. അത് പ്രത്യേകിച്ച് രാത്രിയിലാണ് വരിക. അപ്പോൾ ഈ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം, അന്ന് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ, എവറിബഡി ഗോസ് ടു ബെഡ് ബൈ 8, 9 ഒക്കെ. നമ്മൾ ഡിന്നറെല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലോസ്ഡ് ആയിട്ട് എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ലൈറ്റ്സ് എല്ലാം ഓഫ് ആയിരിക്കും. ആൻഡ് ഹാർഡ്ലി സ്ട്രീറ്റ് ലൈറ്റ്സ്, റോഡിലൊന്നും സ്ട്രീറ്റ് ലൈറ്റ് തന്നെ ഉണ്ടാവില്ല. സോ ഓൾ ദ ഷോപ്സ് വിൽ ബി ക്ലോസ് ബൈ 8 മാക്സ്. 7, 8 ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ ഷോപ്സും ക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ ആണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചെവി വേദന വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അവൈലബിൾ ഇല്ല, വണ്ടികളില്ല നമുക്ക് പോകാനായിട്ടൊന്നും, ഡോക്ടറിനെ കാണാൻ ഡോക്ടേഴ്സ് ഒന്നാമത് അവൈലബിൾ ഇല്ല. ഈവൻ ഒരു മെഡിസിൻ വാങ്ങാൻ പോലും മെഡിക്കൽ ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ പ്രോബബ്ലി തൃശ്ശൂർ ടൗണിലെങ്ങാനും എനിക്ക് തോന്നുന്നു ഒരു മെഡിക്കൽ സ്റ്റോർ ഓപ്പൺ ആയിരുന്നു. ആൻഡ് അന്ന് എൻ്റെ ഫസ്റ്റ് കസിൻ മണിച്ചേട്ടൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അന്ന് ട്രക്സ് പോണ്ടാവും വീടിൻ്റെ മുന്നിൽ കൂടെ. ലൈക്ക് നൈറ്റിൽ ആകെ ട്രാവൽ ചെയ്യുന്ന സാധനങ്ങൾ ട്രക്സാണ്. അപ്പോൾ ഈ ട്രക്സിന് നിർത്തി കയറി ടൗണിൽ പോയി ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോർ എങ്ങനെ ഓപ്പൺ ആയിരിക്കും എമർജൻസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൻ്റെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോർ എനിക്ക് തോന്നുന്നു ഓപ്പൺ ആണ്, ഹോസ്പിറ്റൽസിലുള്ള മെഡിക്കൽ സ്റ്റോർ. അപ്പോൾ അവിടെ പോയിട്ട് മെഡിസിൻ വാങ്ങി കൊണ്ടുവന്ന് ചെവിയിലൊഴിച്ച് പിന്നെ കുറച്ച് സമാധാനമായിട്ടിരിക്കും. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുക. ബിക്കോസ് ഓൺലി ദ മോർണിംഗ് ആണ് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉള്ളൂ, പിന്നെ എന്താ പറയുക ഡോക്ടേഴ്സും അവൈലബിൾ ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ രാവിലെ തന്നെ അഗെയിൻ നമുക്ക് ടാക്സീസ് സർവീസസ്, നമ്മളിങ്ങനെ ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ടാക്സി സർവീസസ് വിളിച്ചിരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിൽ പോകുമ്പോഴൊക്കെയാണ് നമ്മൾ ടാക്സി സർവീസസ് വിളിക്കുക. അങ്ങനെയാണ് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അതർവൈസ് വി യൂസ് ദ ബസ് സർവീസ്, അല്ല ബസ് സർവീസസ് ആണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ അങ്ങനെ ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ടാക്സി സർവീസസ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ ഒരു ബസ്സിൽ കയറി നമ്മളിവിടെ നിന്ന് പോയി തൃശ്ശൂർ പോയി. അന്നത്തെ ഹോസ്പിറ്റൽ നെയിം വാസ് ലൈക്ക് എലൈറ്റ് ഹോസ്പിറ്റൽ. അവിടെ പോയി ഡോക്ടേഴ്സിനെ കണ്ട് ചെവി വേദന ഒക്കെ കാണിച്ച്. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ മമ്മിയും എൻ്റെ ഒപ്പം ഉറങ്ങാതിരിക്കുകയാണ്. ബിക്കോസ് ഒരു കുട്ടി ഹോൾ നൈറ്റ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിച്ച് മദർ വിൽ ബി സ്ലീപ്പിംഗ് അല്ലേ. അപ്പോൾ ഷീസ് ഓൾസോ അവേക്ക്. അപ്പോൾ ഹോൾ നൈറ്റ് അവേക്ക് ആയിരുന്നിട്ട് എന്നെയും കൊണ്ട് രാവിലെ തന്നെ എണീറ്റ് വി ഗെറ്റ് ഡ്രെസ്ഡ്, വി ഗോ ടു ദ ഡോക്ടർ. ആൻഡ് ദേ യൂസ് ടു ക്ലീൻ. അവർ ഇയേഴ്സൊക്കെ ക്ലീൻ ചെയ്ത് അവരിങ്ങനെ കാണിച്ചു ഇത്രയും ഡേർട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ ചെവിയിൽ എന്നൊക്കെ പറഞ്ഞ് ദേ ഷോ അസ്. ഓക്കെ, അതൊക്കെ കാണിച്ചു തന്നിട്ട് ദെൻ വി ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലേ. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് ഇറങ്ങുമ്പോഴേക്കും ഇറ്റ്സ് ലൈക്ക് വി ആർ സോ ഹംഗ്രി. ഭയങ്കര വിശന്ന് പണി തീർന്നിട്ടുണ്ടാവും. ബിക്കോസ് ഹോൾ നൈറ്റ് നമ്മൾ അവേക്കാണ്, കരഞ്ഞ് ഇരിക്കുകയാണ് ചെവി വേദന കാരണം. എന്നിട്ട് രാവിലെ ഒന്നും കഴിക്കാതെ ഫസ്റ്റ് ബസ്സിന് ഡോക്ടറെ കാണാൻ വരികയാണ്, എങ്ങനെയെങ്കിലും ഈ വേദന സ്റ്റോപ്പ് ചെയ്യണ്ടേ. അങ്ങനെ ഡോക്ടറെ കാണാൻ വന്ന് ഇറങ്ങുമ്പോൾ ഒരു 11-12 ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം. അപ്പോഴേക്കും നമുക്ക് ഭയങ്കര വിശപ്പായിട്ട് അപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുക. കാരണം നിൽക്കാനുള്ള ആരോഗ്യം വേണ്ടേ, അത്രയും വിശന്ന് തളർന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ട സിനാരിയോസ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ വീട്ടിൽ ഭക്ഷണം കുക്ക് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ, ആൻഡ് യു ആർ റൈറ്റ്, ലൈക്ക് അങ്ങനെ കോമൺ ആയിട്ട് വിമൻ ആൻഡ് ചിൽഡ്രൻ ഒന്നും ഹോട്ടലിലൊന്നും പോയി ഭക്ഷണം കഴിക്കുന്ന സിനാരിയോസ് ഉണ്ടായിരുന്നില്ല. പ്രോബബ്ലി ഇങ്ങനെയുള്ള എമർജൻസികളിലായിരിക്കണം ഓരോരുത്തരും അങ്ങനെ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് ഇപ്പം നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കും തോന്നുന്നു അങ്ങനെ ആയിരിക്കണമെന്ന്. ഇതാണ് എൻ്റെ ലൈഫിലെ സിനാരിയോ. ആൻഡ് മോസ്റ്റ്ലി നമ്മൾ സ്നാക്സ് ഒക്കെ വാങ്ങി കഴിക്കുമായിരുന്നു അല്ലേ. എൻ്റെ ഓർമ്മയിൽ ലൈക്ക് സ്നാക്സൊക്കെ നമ്മൾ പറയും, ആരെങ്കിലും വിളിച്ച് പറഞ്ഞ് വിടും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ആൻഡ് വി യൂസ് ടു ഹാവ് ലൈക്ക് ദാറ്റ്. അല്ലാതെ അവിടെ പോയി കഴിക്കുന്ന ഒരു സിനാരിയോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളത്. സോ ഐ ഹോപ്പ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇങ്ങനെ സിമിലാർ ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ക്ലാരിഫിക്കേഷൻസിൽ കൂടി അത് ക്ലാരിഫൈ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക്. ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ഗ്രോത്ത് എന്നുള്ളത് സംഭവിക്കുന്നത് നമുക്ക് ഡൗട്ട്സ് വരുമ്പോഴും ആ ഡൗട്ട്സിനെ ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴുമാണ് നമുക്കൊരു പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത് എന്നുള്ളത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ആസ് ഓൾവേസ്, താങ്ക് യു ഫോർ യുവർ ടൈം ഹിയർ. അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. താങ്ക് യു.